ഹലോ നമസ്കാരം എല്ലാവർക്കും ദേവ്സ് കുക്കിംഗ് വേൾഡ് ദീപാവലി സ്പെഷ്യൽ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഈ ദീപാവലി കൂടുതൽ സ്പെഷ്യലാക്കാൻ ഒരു സിമ്പിൾ ഹൽവ റെസിപ്പി ആയിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. അത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടമാകും. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. കാണുന്നതിന് മുന്നേ ഈ ചാനൽ ഇഷ്ടമാവുന്നുള്ളവർ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത്. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്യുക. അപ്പോൾ ബോംബെ ഹൽവ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. നമുക്ക് വീഡിയോ കാണാം. അപ്പോൾ ഫ്രണ്ട്സ്, ആദ്യമായിട്ട് ഞാനൊരു ഇത് ഹൽവ തയ്യാറാക്കാനായിട്ട് ഒരു പാത്രം നന്നായിട്ട് ഗ്രീസ് ചെയ്ത് വെക്കുകയാണ്. ഗീ ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ബട്ടറോ ഗീയോ കൊണ്ട് നമുക്കൊന്ന് നന്നായിട്ട് ഗ്രീസ് ചെയ്ത് വെക്കാം. ഇതുപോലത്തെ ഒരു പാത്രം അല്ലെങ്കിൽ നിങ്ങൾക്കൊരു സാധാരണ പ്ലേറ്റ് ആയാലും കുഴപ്പമില്ല. ഇനി ഞാൻ ഇവിടെ എടുക്കുന്നത് കോൺഫ്ലോർ ആണ്. ഞാൻ 1 കപ്പ് കോൺഫ്ലോർ എടുത്തിട്ടുണ്ട്. 240 ml കപ്പിലാണ് അളന്നെടുത്തത്. അപ്പോൾ മൈദ വെച്ചിട്ടല്ല, കോൺഫ്ലോർ വെച്ചിട്ടാണ് ഞാൻ ഈ ഹൽവ തയ്യാറാക്കുന്നത്. അപ്പോൾ 1 കപ്പ് തികച്ചും എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ അതേ കപ്പിൽ തന്നെ, ആ കോൺഫ്ലോർ അളർന്ന അതേ കപ്പിൽ തന്നെ ഞാൻ 2 കപ്പ് വെള്ളം കൂടെ അളന്നൊഴിക്കുകയാണ്. അത് കട്ടയില്ലാതെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ കോൺഫ്ലോർ ആകുമ്പോൾ പെട്ടെന്ന് തന്നെ അത് നന്നായിട്ടൊന്ന് മെൽറ്റായിക്കോളും. നമുക്കിനി ഇതൊന്ന് മാറ്റി വെച്ചിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യാം. ഒരു ചുവട് കെട്ടിയുള്ള ഒരു പാൻ തന്നെ എടുക്കുക. ഇനി ഞാൻ ഒരു 2.5 കപ്പോളം പഞ്ചസാര ഇട്ടിട്ടുണ്ട്. 2.5 കപ്പ് പഞ്ചസാര ചേർത്താൽ മാത്രമേ ഇതിൽ നല്ല മധുരം ഉണ്ടാവുകയുള്ളൂ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് മധുരം കുറച്ച് മതിയെങ്കിൽ 2 കപ്പ് ആകാം കേട്ടോ. അപ്പോൾ അതേപോലെ തന്നെ അതേ അളവിൽ 2 കപ്പ് വെള്ളവും കൂടെ ഞാൻ ചേർക്കുന്നുണ്ട്. പിന്നെ കോൺഫ്ലോർ നിങ്ങൾ ആദ്യം മിക്സ് ചെയ്യുമ്പോൾ ചൂടുവെള്ളം എടുക്കരുത് കേട്ടോ. സാധാ വെള്ളം തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. ഇത് നന്നായിട്ട് തിളച്ച് വരുമ്പോഴേക്കും നമ്മൾ നേരത്തെ മെൽറ്റ് ചെയ്ത് വെച്ചിരുന്ന ആ കോൺഫ്ലോർ ഇതിലോട്ട് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഈ പഞ്ചസാര ഷുഗർ സിറപ്പിലോട്ടാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. നന്നായിട്ട് വെട്ടി തിളയ്ക്കുമ്പോഴത്തേക്ക് ആഡ് ചെയ്യാം. എന്നിട്ട് നന്നായിട്ട് കൈ എടുക്കാതെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. കൈ എടുക്കാതെ ഇളക്കുക. അപ്പോഴതിൻ്റെ ചെറിയ ചെറിയ കട്ടകൾ വരുന്നതൊക്കെ അങ്ങ് മാറിക്കോളും. അപ്പോൾ നമ്മൾ ഈ ഹൽവ ഉണ്ടാക്കുമ്പോൾ അടുപ്പിൻ്റെ ചൂടിന്ന് മാറാതെ ഇരിക്കാൻ ശ്രദ്ധിക്കുക. ആദ്യമേ എല്ലാ സാധനങ്ങളും അടുത്തടുത്ത് വയ്ക്കുക. കാരണം ഇത് പെട്ടെന്ന് തന്നെ ഇങ്ങനെ കട്ടിയായിക്കോളും. ഇനി നമുക്ക് കളറിന് വേണമെങ്കിൽ ഇഷ്ടമുള്ള ഫുഡ് കളർ ചേർക്കാം. ഞാനിവിടെ റെഡ് കളറാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കേസരി, യെല്ലോ കളറോ ഇഷ്ടമുള്ള ഗ്രീൻ കളർ എന്ത് വേണോ ചേർക്കാം കേട്ടോ. അപ്പോൾ കളർ ചേർക്കുമ്പോഴത്തേക്ക് ഇതിൻ്റെ ആ ഒരു ഗ്ലേസിങ് ഒക്കെ വരും, നല്ല ഭംഗിയാവും. എന്നിട്ട് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് സ്റ്റിർ ചെയ്തുകൊണ്ടിരിക്കുക. ഇനി ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ഞാൻ ചേർക്കുന്നുണ്ട്. ഇതിന് ഒത്തിരി നെയ്യൊന്നും ആവശ്യമില്ല കേട്ടോ. എന്നാലും നെയ്യ് കൂടുതൽ ചേർത്താൽ നന്നായിരിക്കും. എന്നിട്ട് വീണ്ടും ഇങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെ ആവശ്യമുള്ള കാഷ്യൂ നട്ട്സോ ആൽമണ്ട്സോ നിങ്ങൾക്ക് ഏത് നട്ട്സാണോ ഉള്ളത് അത് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ കുറച്ച് പിസ്സയാണ് ആഡ് ചെയ്തത്. പിസ്സയോടൊപ്പം കാഷ്യൂ നട്ടും ഇട്ട് കൊടുത്തു. അതും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി നമുക്ക് ഫ്ലേവറിന് കുറച്ച് ഏലക്കാപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഹൽവ ഏകദേശം ആയിട്ടുണ്ട്. ഇത് 10 മിനിറ്റ് പോലും ആയിട്ടുള്ള ഇത് എടുത്തിട്ടില്ല. ഇതിന് അത്രയ്ക്ക് ഈസിയാണ് കേട്ടോ. ഞാൻ കുറച്ചുകൂടെ നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നെയ്യ് ഒഴിക്കുമ്പോഴത്തേക്ക് ഒരു ഒറിജിനൽ ഒരു ഹൽവ ടേസ്റ്റ് വരും കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ നേരത്തെ ഇത് ഒരു പാത്രം റെഡിയാക്കി വെക്കണമെന്ന് ഞാൻ പറയാൻ കാര്യം, ഇത് പെട്ടെന്ന് കട്ടിയാവും കേട്ടോ. അപ്പോൾ നേരത്തെ റെഡിയാക്കി വെച്ചിരുന്ന ആ ബൗളിലോട്ട് ഞാൻ ഇതൊന്ന് പകർന്നു കൊടുക്കുകയാണ്. അതിന് മുന്നായിട്ട് ഞാൻ വെളുത്ത എള്ളും കുറച്ച് റൈസിൻസും കാഷ്യൂ നട്ടും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കാരണം ഇത് മറിച്ചിടുമ്പോഴത്തേക്ക് ഈ ഭാഗമാണ് വരുന്നത്. അപ്പോൾ വെളുത്ത എള്ളില്ലെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട, കാഷ്യൂ നട്ട് മാത്രം മതി. അതില്ലെങ്കിൽ റൈസിൻസ് ആയാലും മതി കേട്ടോ. അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ നമുക്കിങ്ങോട്ട് ഇത് ഈ പരുവമാകുമ്പോഴേക്ക് നമുക്കിങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. അതായത് പാത്രത്തിൽ നിന്ന് വിട്ട് കിട്ടുന്ന ഒരു പരുവം. എന്നിട്ട് നമുക്കൊരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇങ്ങനെ ഷേപ്പിന് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് വെയിറ്റ് ചെയ്യേണ്ട ഒരു ടൈമാണ്. 1 hour വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. 1 hour കഴിയുമ്പോഴത്തേക്ക് ഇത് ഇളകി വന്നോളും കേട്ടോ. നന്നായിട്ട് ഇളകി വരണം. അപ്പോൾ ഒരു ½ an hour ആകുമ്പോഴേ ചിലപ്പം റെഡി ആയിട്ടുണ്ടാവും. ഞാനൊരു 1 hour വെയിറ്റ് ചെയ്തു. ഇതുപോലെ നല്ല ഷേപ്പിന് വരും. ഇനി നമുക്ക് കട്ട് ചെയ്ത് കഴിക്കാം. അത്രയേ ഉള്ളൂ. എന്ത് ഈസി ആയിട്ട് ഞാൻ റെഡിയാക്കിയെന്ന് നിങ്ങൾ കണ്ടല്ലോ. ഇത് കൊച്ചു കുട്ടിയൊക്കെ വേണോ റെഡിയാക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ സ്റ്റിർ ചെയ്യുന്ന കാര്യങ്ങൾ മാത്രം, കണ്ടിന്യൂസ് ആയിട്ട് സ്റ്റിർ ചെയ്യുന്നത് മാത്രം ശ്രദ്ധിച്ചാൽ മതിയാകും. വേറെ നിങ്ങൾക്ക് കോൺഫ്ലോർ എന്ന് പറയുന്ന സംഭവം ഈസി വാങ്ങാനൊക്കെ എല്ലായിടത്തും കിട്ടുന്നതാണ്, എല്ലായിടത്തും അവൈലബിൾ ആണല്ലോ. അപ്പോൾ നിങ്ങൾ എന്തായാലും ദീപാവലി സ്പെഷ്യൽ ആക്കാനായിട്ട് ഈ ഹൽവ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻസ് പറയാനും നിങ്ങൾ മടിക്കരുത്. ഞാനിത് കട്ട് ചെയ്ത് കാണിച്ചു തരാം. കട്ട് ചെയ്യുമ്പോഴത്തേക്ക് തന്നെ അതിൻ്റെ ആ ഒരു ഭംഗി നിങ്ങൾക്ക് കാണാം. അതേപോലെ തന്നെ ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ. വളരെ സിമ്പിളാണ്, അതുപോലെ ടേസ്റ്റി റെസിപ്പിയാണ്. ഇനിയും നല്ലൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം. സ്റ്റേ സേഫ് ആൻഡ് ഗുഡ് ബൈ.